തീർച്ചയായും പരിഷ്കൃത സമൂഹത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ആ പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്തം എന്നത് കഴിയുന്നത്ര അതിജീവിതയ്ക്ക് പറയാനുള്ളത് കേൾക്കുകയും അവരോടൊപ്പം നിൽക്കുകയും എന്നതാണ്. ഇവിടെ ഇതാ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധം എന്നത് ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും പരാതികളുടെ അടിസ്ഥാനത്തിലല്ല, അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ചില ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ചില ആളുകൾ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നുള്ളതാണ്, സംഘടനാപരമായ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഈ വിഷയത്തിൽ പുലർത്തേണ്ട ധാർമ്മികത ഇതിനോടകം തന്നെ പുലർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ MLA അല്ല എന്നുകൂടി പറയുന്നുണ്ട് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ആത്മാർത്ഥമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് അനുമാനിക്കാൻ സാധിക്കുമോ? മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ സമാനമായ ആരോപണങ്ങൾ നേരിടുകയോ നിലവിൽ കേസ് തന്നെ നിലനിൽക്കുകയോ ചെയ്യുമ്പോഴും ഈ MLA പദവികളിൽ ഒക്കെ തുടരുന്ന പശ്ചാത്തലവും ഉണ്ടല്ലോ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. അഭിലാഷ് തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു വ്യക്തത ഉണ്ടായിരുന്നു. അതായത് ജനപ്രതിനിധികളുടെ ധാർമ്മികതയെക്കുറിച്ച്. ഞാനിതിനൊരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമായിട്ട് തന്നെ കാണുന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ MP വരെയുള്ള ജനപ്രതിനിധികൾ സമൂഹത്തിന് എപ്പോഴും മാതൃകയാവേണ്ടവരാണ്. അവരിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കുന്നു. ഈ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ കോൺഗ്രസ്സുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്താക്കി എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം അന്ന് പറഞ്ഞല്ല, എന്താ കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ പറഞ്ഞത്. നേരത്തെ ഇന്നും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ ഞാൻ കണ്ടു, അദ്ദേഹം പറഞ്ഞെന്തെന്നറിയോ, ഇത് ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിനൊരു മറയായിട്ട് ഈ കേസ് വന്നിരിക്കുകയാണെന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള അഴിമതികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, അഴിമതി അവിടെ നിൽക്കുന്നത് അഴിമതി അല്ലല്ലോ, ഇത് ഇങ്ങനെയുള്ള ആരോപണങ്ങളെ രാഷ്ട്രീയ നേതൃത്വം സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവണതയുണ്ട്. ഒരിക്കലും ഒരു പാർട്ടിയും അതിന് ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായം, അത് ഇടതുപക്ഷമായിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും മറ്റു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും. ഇപ്പോൾ ഒരു കണക്ക് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിരവധി MPമാര് MLAമാര് ഇന്ത്യ മൊത്തത്തിൽ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്, സ്ത്രീ പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് പ്രതികളാണ്. പക്ഷെ അവരെയൊക്കെ അതാത് പാർട്ടികൾ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. നിരവധി MPമാരുണ്ട് ആ കേസിൽ പ്രതികളായിട്ടുള്ളവര്, MLAമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, പല സ്ഥാനത്തിരിക്കുന്നവരുണ്ട്. കോൺഗ്രസിന്റെ തന്നെ കേരളത്തിൽ 3 MLAമാരുണ്ട് പ്രതിസ്ഥാനത്ത് ബലാത്സംഗ കേസ് ഉൾപ്പെടെ നിൽക്കുന്നവര്. അപ്പൊ അവരെയൊക്കെ അതായത് രാഷ്ട്രീയ പാർട്ടികൾ സംരക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഇടതുപക്ഷവും മോശമൊന്നുമല്ലല്ലോ താങ്കൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഈ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയിരുന്നാലും BJP ആയിരുന്നാലും ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്ന ഒരു നിലപാടാണത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൊണ്ടുണ്ട് അഭിലാഷ്. അതായത് ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു പ്രവണതയുണ്ട്. ഇവിടെ തന്നെ ഒരു സ്ഥാനാർത്ഥി, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിട്ട് നിരവധി കേസുകൾ പ്രതിയാണ്, പണ്ട് കാപ്പയൊക്കെ ചുമത്തിയാണ്. പക്ഷെ ആ ചെറുപ്പക്കാരന്റെ പുറകിലാണ് ഇവിടെയുള്ള ചെറുപ്പക്കാർ കൂടുതലും. കാര്യം എന്താണെന്നറിയോ, അവൻ കുറച്ച് ഗുണ്ടയാണ്, കുറച്ച് കാശുമൊക്കെ ചെലവാക്കി അടിയും പിടിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന എല്ലാവിധ ഈ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. അപ്പൊ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഒരു ആവേശമാണ്. പണ്ടൊരു സ്ഥാനാർത്ഥി ഇവിടെ ഇലക്ഷൻ മത്സരിച്ചപ്പം അദ്ദേഹത്തിനെതിരെ ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾ വന്നു, പക്ഷെ അയാൾ വൻപിച്ച കൂടി ജയിച്ചു. ചെറുപ്പക്കാർ മൊത്തത്തിൽ അവരുടെ കൂടെ. അപ്പൊ അവർക്ക് ഇതൊരു ആവേശമാണ്. ഇങ്ങനെയുള്ള ഗുണ്ടാപ്പണികൾ കാണിക്കുക, ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുക. ഇതൊന്ന് സമൂഹം ഇതിനെയൊക്കെ ഇന്ന് നിയമവൽക്കരിച്ചിരിക്കുകയാണ്. അതാണ് അവിടെയാണ് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ ഈ ചോദ്യം ഉയരുന്നത്. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത് എൽദോസ് കുന്നപ്പള്ളിയുടെയോ M വിൻസെന്റിന്റെയോ ഒക്കെ കാര്യമാണെങ്കിൽ മറുഭാഗത്ത് മുകേഷും അല്ലെങ്കിൽ KB ഗണേഷ് കുമാറും ഒക്കെ ഇത്തരം ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. P ശശിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പദവിയിൽ ഇരുത്തിയിട്ടാണ് ഇനി MLA ആയി തുടരാൻ അവകാശമില്ല, എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതാണ് ധാർമ്മികത. മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നതിൽ ഇപ്പോൾ അധോലോകമല്ല, കള്ളക്കടത്തുകാരുടേതാണ് ലോകം, അതിന് അധോലോകമല്ല, അതാണ് ലോകം എന്ന് മോഹൻലാൽ പറയുന്നത് പോലെ ഇപ്പോൾ ആര് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസിൽ പ്രതിയാകുന്നു, അവരാണ് ഇന്നത്തെ ഹീറോകൾ, അവരെയാണ് ഇന്നത്തെ സിനിമകൾ. ഇപ്പൊ ഏത് സിനിമയും കണ്ടതും അഭിലാഷത്തെ കണ്ടുമൊക്കെ തുടക്കം മുതൽ അവസാനം വരെ മദ്യപാനം വ്യഭിചാരം കാണിക്കുന്ന സിനിമകളാണ്. അല്ലാത്ത സിനിമകൾ കാണാൻ ചെറുപ്പക്കാരില്ല. ഇപ്പോൾ സ്ഥിരമായിട്ട് OTTയിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളും തുടങ്ങുന്ന തന്നെ മദ്യപാനം അല്ലെങ്കിൽ വ്യഭിചാരം, അവസാനിക്കുന്നത് അങ്ങനെ കൊലപാതകം. അപ്പം ഇത് രാഷ്ട്രീയത്തിൽ സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാര് സമൂഹത്തിൽ മാതൃകയാകേണ്ടവര് ആ മാതൃക സ്ഥാനം മാറ്റിവെച്ചുകൊണ്ട് ഇതിനൊക്കെ
കൂട്ടു നിൽക്കുന്നുണ്ട്. അവിടെയാണ് ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇതാ വീണ ജോർജ് എൻ്റെ ഒരു FB അവർ സോഷ്യൽ മീഡിയ കുറിക്കുന്നു, പ്രിയപ്പെട്ട സഹോദരി തളരരുത്, കേരളം നിനക്കൊപ്പം എന്ന്. അതിൻ്റെ ഫുൾ സ്ക്രീനാണ് കാണുന്നത്. അതെപ്പോഴാണ് ഈ സഹോദരിയോട് തളരരുത് എന്ന് വീണ ജോർജിന് പറയാൻ പറ്റുന്നത് എന്നറിയാമോ? അത് വീണ ജോർജിൻ്റെ എതിർ പാർട്ടിയിലുള്ള ആൾക്കെതിരെ ആരോപണം വരുമ്പോൾ മാത്രമാണ്. അതാണ് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ താങ്കൾ ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഏത് അതിജീവിതയ്ക്ക് എങ്ങനെ നീതി കിട്ടും എന്നുള്ളതാണല്ലോ ചോദ്യമായി വരുന്നത്. ഇല്ല, ഇപ്പതാ നമുക്കറിയാലോ, ഇപ്പൊ അടുത്ത ആഴ്ചയിൽ മറ്റൊരു കേസിന്, കേരളത്തിൽ പ്രമാദമായ ഒരു കേസിന് വിധി പറയാൻ പോകുന്നു. ആ വിധി എങ്ങനെ താൽക്കാലികമായിട്ട് ട്രയൽ കോടതിയിൽ ഒരു പക്ഷേ ഒരു വിധി വന്നാൽ പോലും അത് മുകളിലേക്ക് പോകുമ്പോൾ ആ കേസ് ഹൈക്കോടതിയിലൊക്കെ ചെല്ലുമ്പോൾ എടുത്തു കളയും. അത് നിയമപരമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. എന്തോ ആയിക്കോട്ടെ, അത് ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ആ കേസുകൾ തെളിവില്ലാതെ പോകും. പിന്നെ സെൻസേഷൻ ആയിട്ടുള്ള കേസുകൾ ജില്ലാ കോടതികൾ, ട്രയൽ കോടതികൾ പലപ്പോഴും ശിക്ഷിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കോടതികൾ നടപ്പിലാക്കുന്നത് നിയമമാണ്, നീതിയല്ല. നിയമം നടപ്പിലാക്കണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ വേണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു 10-15 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ വിഷയമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊന്നും കോടതിയിൽ വരുമ്പോൾ അവിടെ എവിഡൻസ് ഇല്ല. അവിടെ വരുമ്പോൾ എവിഡൻസ് ഇല്ലാതെ വരുന്നു. നിങ്ങൾ ഈ പറയുന്ന വളരെ കൂടുതൽ പറയുന്ന നേതാക്കന്മാരെന്ന് പറയുന്നവരൊക്കെ കോടതിയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ നിസ്സഹാരായിട്ട് നിൽക്കും. ഞങ്ങളൊക്കെ കോടതിയിലേക്കുള്ള കേസുകൾ നടത്തുന്നവരാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ കോടതിക്ക് നിയമം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട വ്യക്തമായ തെളിവുകളാണ്. അപ്പോൾ നീതി നിഷേധിക്കപ്പെടുകയാണ്. ശരിയാണ്, ഇങ്ങനെയുള്ള അതിജീവിതകൾ കോടതിയിൽ വരുമ്പോൾ നീതി നിഷേധിക്കുന്നു. അവിടെ കോടതിയിൽ ഇരിക്കുന്നത് നീതിയുടെ ദേവതയല്ല, നിയമത്തിന്റെ ദേവതയാണ് കണ്ണും പൂട്ടിയിരിക്കുന്നത്. നിയമം നടപ്പിലാക്കണമെങ്കിൽ തെളിവുകൾ വേണം. കോടതിക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ അതിജീവിത സിനിമയുടെ കാര്യം പറഞ്ഞു, കോടതിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, താങ്കൾ ഈ പറയുന്നത് പോലെ കോടതിയിലേക്ക് വരുമ്പോൾ നീതിയല്ല നിയമമാണ് പ്രധാനമെന്നത് വളരെ വസ്തുതാപരമാണ്. അത് ഒരു പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പലർക്കും ഇപ്പോഴും ബോധ്യപ്പെടാത്ത ഒന്നാണ് എന്നതും വസ്തുതയാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിലയിരുത്തുമ്പോഴെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ചുരുങ്ങിയ പക്ഷം ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഇപ്പോൾ MLA അല്ല എന്ന് പറയുക, തുടക്കം മുതൽ ഒരു നേതാവ് പോലും, ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ ദിവസം ആണ് വളരെ കൃത്യമായൊരു പിന്തുണയുമായി ഒരാൾ എത്തിയത്. അത് ശ്രീ സുധാകരനായിരുന്നു. സുധാകരനാകട്ടെ ഈ സൂചിപ്പിച്ചതുപോലെ ശ്രീ B. റജി പറയുന്നതനുസരിച്ചാണെങ്കിൽ 83 ദിവസങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നു എന്നതിനപ്പുറത്ത് ഒരു പരാതി പോലും ഉയരാത്ത പശ്ചാത്തലത്തിൽ മാത്രമാണ്. പക്ഷെ മറ്റു പാർട്ടികളുടെ സാഹചര്യം വിലയിരുത്തുമ്പോൾ അതുപോലുമല്ല. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാറി നിൽക്കാൻ പറയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമാണ്. അപ്പോൾ ആ സാഹചര്യത്തെയല്ലേ രാഹുൽ മാങ്കൂട്ടം വരും ദിവസങ്ങളിൽ മുതലെടുക്കാൻ പോകുന്നത്? അതാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ അഭിമുഖം ഈ രാഹുലിന്റെ കേസ് വന്നതിന് ശേഷം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന് ഒരു പരിധിവരെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇടതുപക്ഷത്തിനെതിരെ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണങ്ങൾ വരുന്നു, അതിന് പുകമറയിടാൻ വേണ്ടി ഇങ്ങനൊരു കേസ് വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യങ്ങൾ അദ്ദേഹം പറയേണ്ടായിരുന്നുണ്ട്. രമേശ് ഇപ്പൊ കോൺഗ്രസിന്റെ കേരളത്തിലെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ഉന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന് 5 മണി കഴിഞ്ഞുള്ള അഭിമുഖമായിരുന്നു, ഞാൻ കണ്ടതാണ്, അഭിലാഷം കണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, ശബരിമല കേസിന് തടയിടാൻ വേണ്ടി ഇടതുപക്ഷം കെട്ടിച്ചമച്ചു കൊണ്ടുവന്ന് ഈ പെൺകൊച്ചിനെ കൊണ്ട് ഇത്രയും ദിവസം കേസ് കൊടുക്കാതെ ഇപ്പോൾ കൊടുത്തു. അപ്പോൾ അതിനെ എന്താ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്? അതിനെ സാധൂകരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നു, ശ്രീബിയുടെ ഞങ്ങളെ ന്യായീകരിക്കുന്നു. ഇത് നേതൃത്വം ചെയ്യാൻ പാടില്ല. അതിലൊക്കെ ഉപരി ആ വ്യക്തി ഇത് ചെയ്യാൻ പാടില്ല. വ്യക്തിക്കല്ലേ ആദ്യമായിട്ട് ധാർമ്മികത വേണ്ടത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ചിട്ട് മാറി നിൽക്കണം. ഇത് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം വരാം, നിങ്ങളുടെ 3-4 MLA മാരില്ലയോ ഉണ്ട്. ഞാൻ അതിനും ന്യായീകരിക്കുന്നില്ല. അവരും ഇത് എന്തേ രാജിവെച്ചോണ്ട് മാറി നിൽക്കേണ്ടതാണ്. അതാണ് ശ്രീ അശോക് കുമാർ, അദ്ദേഹം BJPയുടെ പ്രതിനിധിയാണ്. ശ്രീ അശോക് കുമാർ, ഇതാ ഈ സൂചിപ്പിച്ചതുപോലെ ഇന്നും ഒരു പക്ഷേ മണിക്കൂറുകൾക്ക് മുമ്പ് ശബരിമല പോലെ ഒരു വിഷയമായിരുന്നു ഈ പ്രൈം ഡിബേറ്റും ചർച്ച ചെയ്യണം എന്ന് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ആ കാര്യം ആണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി യുവതി എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഈ യുവതിയല്ല ആദ്യം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു പറയുന്നത്. അതിനു മുമ്പ് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഒരാൾ പരസ്യമായി പറയുന്നത് വരെ ആ വാർത്തകളുടെ ഉറവിടത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ വാർത്ത പുറത്തുവിടാൻ പറ്റില്ല. പിന്നീട് നമ്മൾ കണ്ടതാണ്, മലയാളത്തിലെ ഒരു യുവ നടി തനിക്കുണ്ടായ തിക്താനുഭവത്തെക്കുറിച്ച് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്നീട് പലരും ഇത് പാർട്ടിക്കുള്ളിൽ പലപ്പോഴായി നേരിട്ടിട്ടുള്ള സംഭവമാണ് എന്ന് പറയുന്നു. എന്തിനധികം പറയുന്നു, പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കളടക്കം കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നു. ഒരു പക്ഷേ അല്പസമയത്തിനകം സജ്ജനെ